നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, എൻഡോസ്കോപ്പി എന്നീ വിഷയങ്ങളാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിലെ പ്രമുഖ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ ആർ കവിതയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, മഞ്ഞപ്പിത്തം ഒരു രോഗമാണോ അതോ രോഗലക്ഷണമാണോ? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്. മാത്രമാണ്. അതൊരു രോഗമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അതൊരു രോഗമാണ്. പല അസുഖങ്ങളുടെയും ആദ്യ ലക്ഷണം മഞ്ഞപ്പിത്തമാകാം. ഉദാഹരണത്തിന് സാധാരണ വൈറൽ പനി, അതായത് ചില ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി പോലത്തെ പനികൾ തൊട്ട് നമ്മൾ സ്ഥിരമായി അറിയുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം, അതായത് ഹെപ്പറ്റൈറ്റിസ് തുടങ്ങി സിറോസിസിന്റെ ലക്ഷണവും മഞ്ഞപ്പിത്തമാകാം. ചില ക്യാൻസറുകളുടെ ലക്ഷണം മഞ്ഞപ്പിത്തമാകാം. അതല്ലാതെ പിത്തസഞ്ചിയിൽ നിന്നും കരളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ട്യൂബിലുണ്ടാകുന്ന ബ്ലോക്കുകൾ, അതും മഞ്ഞപ്പിത്തമായി തന്നെ ലക്ഷണങ്ങളായിട്ടുണ്ടാകാം. അപ്പോൾ അതൊരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. ഇതിന് വാക്സിൻ കുത്തിവെപ്പ് കൊണ്ട് വരുന്ന അസുഖങ്ങൾ നമുക്ക് എത്രത്തോളം തടയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലക്ഷണം മാത്രമാണ്. ചില മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് വാക്സിനുകളുണ്ട്. ഉദാഹരണത്തിന് സാധാരണയായി അറിയപ്പെടുന്ന മഞ്ഞപ്പിത്തം, നമ്മുടെ നാട്ടുപ്രദേശത്ത് അറിയപ്പെടുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്നാണ്. ഇതല്ലാതെ തന്നെ വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തങ്ങൾ പലതുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ തുടങ്ങി വേറെ പല അസുഖങ്ങളും. അതിൽ ഹെപ്പറ്റൈറ്റിസ് എക്കും ബിക്കും പ്രതിരോധ കുത്തിവെപ്പുകൾ ഉണ്ട്. പക്ഷെ എല്ലാ മഞ്ഞപ്പിത്തത്തിനുമല്ല പ്രതിരോധ കുത്തിവെപ്പ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിത്തസഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ട്യൂബിലുണ്ടാകുന്ന ബ്ലോക്കുകൾ, അതൊരിക്കലും ഒരു വാക്സിൻ കൊണ്ടോ പ്രതിരോധ കുത്തിവെപ്പ് കൊണ്ടോ നമുക്ക് തടയാൻ സാധിക്കത്തില്ല. ഈ മഞ്ഞപ്പിത്തം എന്തുകൊണ്ടാണ് വരുന്നത്? ശരീരത്തിൽ ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു കൂടുതലാകുമ്പോൾ, ക്രമാതീതമായി കൂടുമ്പോഴാണ് മഞ്ഞപ്പിത്തം എന്ന രോഗലക്ഷണം ഉണ്ടാകുന്നത്. അതിന്റെ കാരണം ലിവറിൽ നിന്നും, അതായത് കരളിൽ നിന്നും, കരളിന്റെ കേടുപാടിൽ ബിലിറൂബിന്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ അത് കാരണം മഞ്ഞയായിട്ട് പുറത്തു വരാം. ഇതല്ലാതെ തന്നെ പുറത്തേക്ക് വരുന്ന ട്യൂബിലുണ്ടാകുന്ന ബ്ലോക്കുകൾ, അതായത് കല്ലുകൊണ്ടാകാം, അതല്ലാതെ ട്യൂബിലുണ്ടാകുന്ന ചുരുക്കം കൊണ്ടാകാം, ചില ക്യാൻസറുകൾ കൊണ്ടാകാം, ചില ഇൻഫെക്ഷൻസ്, അതായത് ഈ ട്യൂബിലുണ്ടാകുന്ന ബ്ലോക്ക് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതുകൊണ്ടും മഞ്ഞപ്പിത്തം ഉണ്ടാകാം. ഈ രോഗനിർണയം അനിവാര്യമാണോ? ഉറപ്പായിട്ടുമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പല അസുഖങ്ങളുടെയും ലക്ഷണം മഞ്ഞപ്പിത്തമാണ്. അത് കൃത്യമായി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന്റെ ചികിത്സ, ഓരോ അസുഖത്തിന്റെയും ചികിത്സ വേറെയാണ്. സാധാരണ വൈറൽ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതിന് അധികം കോംപ്ലിക്കേഷൻസോ ഗുരുതരാവസ്ഥയിലോ പോകാത്ത ഒരു അസുഖമാണ്. അതിന് അതിൻ്റെതായ ചെറിയ തോതിലുള്ള മരുന്നുകളും ലിവറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകളും മാത്രം മതിയാവും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി, അത് ചില ആൾക്കാരിൽ വർഷങ്ങളോളം, അതായത് 6 മാസത്തിന് മേലെ ഈ അണുബാധ നിന്ന് അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ഭാവിയിൽ അത് സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി നമ്മൾക്ക് അറിയണമെന്നില്ല. മഞ്ഞപ്പിത്തമായി ഒരിക്കലും ശരീരത്തിൽ ഇത് ഉണ്ടായി കാണണമെന്നില്ല. പലപ്പോഴും ഗൾഫിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ റുട്ടീനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളിലോ ആയിരിക്കും ഈ ഹെപ്പറ്റൈറ്റിസ് സി കണ്ടുപിടിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയും അതിനുവേണ്ട ചികിത്സയും വേണ്ട ആവശ്യകത ഉണ്ടാകും. എല്ലാ മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സകളും ഒരുപോലെയാണോ അല്ലെങ്കിൽ വ്യത്യസ്തമാണോ? വളരെ വ്യത്യസ്തമാണ്. ചില മഞ്ഞപ്പിത്തത്തിന് നമുക്ക് ചികിത്സയുടെ ആവശ്യം തന്നെ ഇല്ല. അതിന് അത്യാവശ്യം വേണ്ട ലവണങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ജലാംശം ക്രമീകരിക്കുക, ഇങ്ങനെയുള്ളത് മാത്രം മതിയാവും. പക്ഷെ ചില മഞ്ഞപ്പിത്തത്തിന്, ഉദാഹരണത്തിന് സിറോസിസ് മൂലമാണ് ഈ മഞ്ഞപ്പിത്തം നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്നതെങ്കിൽ സിറോസിസിന്റെ കാരണം കണ്ടുപിടിച്ച്, അത് മാത്രമല്ല സിറോസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻസ്, അതിന്റെ വരായികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ സെപ്പറേറ്റ് വേറെ തന്നെ വേണ്ടിവരും. കൂടുതലും നമ്മൾ നാട്ടും പ്രദേശത്ത് കണ്ടുവരുന്നത് മഞ്ഞപ്പിത്തം വരുമ്പോൾ വേഗം നാട്ടു ചികിത്സയാണ് തേടുന്നത്. പക്ഷെ അത് പലപ്പോഴും അത് കഞ്ഞിപോയി കാടിയാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് പോലെ മറ്റുള്ള അസുഖത്തിന് അതിന്റെ എക്സ്ട്രീം സ്റ്റേജ് എത്തുന്നതിന് ശേഷമേ പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുള്ളൂ. അത് നമ്മുടെ പൊതുജനത്തിന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മഞ്ഞപ്പിത്തം എന്ന് നാട്ടിൻ പ്രദേശത്ത് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ, അതായത് പകരാൻ വെള്ളം മൂലവും
ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നും പകരാൻ സാധ്യതയുള്ള നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അത് അതുമൂലമുള്ള മഞ്ഞപ്പിത്തമാണ്. സാധാരണയായി നാട്ടിൻ പ്രദേശത്ത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ വ്യത്യാസമാണ്. ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ വ്യത്യാസമായിരിക്കത്തില്ല. കാരണം ഇതിന് തന്നെ ആദ്യം ഉണ്ടാകുക ഒരു ചെറിയ തോതിലുള്ള പനിയായിരിക്കാം. അതിനോടൊപ്പം തന്നെ അമിതമായ ഛർദി ഉണ്ടായേക്കാം. ഇതാണ് ഒരു ചെറിയ ലക്ഷണമായിട്ട്. മിക്കവാറും എല്ലാ മഞ്ഞപ്പിത്തത്തിനും ഇതേപോലെ തന്നെ ഉള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ടെസ്റ്റുകൾ മുഖേന മാത്രമേ ഇത് ഹെപ്പറ്റൈറ്റിസ് എ ആണോ അല്ലെങ്കിൽ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന നമ്മൾ സാധാരണ പറയുന്ന മഞ്ഞപ്പിത്തമാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. മറിച്ച് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ മദ്യപിക്കുന്ന ആൾക്കാർക്കും മഞ്ഞപ്പിത്തം വരാം, സിറോസിസ് മൂലമുള്ള അസുഖങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ശരീരത്തിൽ മദ്യത്തിന്റെ അളവ് പെട്ടെന്ന് കൂടി കഴിഞ്ഞിട്ട് ലിവറിനുണ്ടാകുന്ന കേടുപാടുകൾ കൊണ്ടും മഞ്ഞപ്പിത്തം വരാം. ഇതെല്ലാം കൃത്യമായി നമ്മൾ ടെസ്റ്റ് വഴി, സാധാരണ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എയോ ബിയോ സിയോ അല്ല, മറിച്ച് ഇത് മദ്യത്തിൽ നിന്നുണ്ടായതാണെന്നും അല്ലെങ്കിൽ വേറെ ചില മരുന്നുകൾ കഴിച്ചാൽ മഞ്ഞപ്പിത്തം ഉണ്ടാകാം. ചുമന്ന രക്താണുവിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, അസുഖങ്ങൾ കൊണ്ടും മഞ്ഞപ്പിത്തം ഉണ്ടാകാം. ഇത് കൃത്യമായി കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനുള്ള ചികിത്സ, അല്ലാതെ നമ്മൾ മഞ്ഞപ്പിത്തം കണ്ടതുകൊണ്ട് ഉടൻ തന്നെ നാട്ടുവൈദ്യത്തിന് പോകുന്നത് ശരിയല്ല. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു മഞ്ഞപ്പിത്തം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം സ്ഥിരീകരിക്കേണ്ടത് എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടായി. ഇത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന സാധാരണയായി കണ്ടുവരുന്ന അധികം ഹാനികരമല്ലാത്ത മഞ്ഞപ്പിത്തമാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് ടെസ്റ്റുകൾ മുഖേന മാത്രമേ പറ്റത്തുള്ളൂ. ഹെപ്പറ്റൈറ്റിസിന്റെ IgM ആന്റി HAV എന്ന് പറയുന്ന ടെസ്റ്റ് മുഖേന ഇത് ആ അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാം. അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് വേണ്ടത് നല്ല ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം, നല്ല വെള്ളം, മലിനമല്ലാത്ത ജലം തുടങ്ങി ചിലപ്പോൾ അമിതമായ ഛർദി ഉണ്ടാകും. ആ സ്റ്റേജുകളെ രോഗിനെ അഡ്മിറ്റ് ചെയ്യുകയും അതിനെ നമ്മൾ ഇൻഫ്യൂഷൻ, അതായത് ഡ്രിപ്പ് വഴി അത്യാവശ്യം വേണ്ട ജലാംശവും, അമിത ഛർദി ഉള്ളത് കാരണം ശരീരത്തിലെ ലവണങ്ങൾ ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. അങ്ങനാണെങ്കിൽ അത് സപ്ലിമെന്റ് ചെയ്യുകയും ആ ഒരു ലാബ്സ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനോടൊപ്പം തന്നെ വളരെ റെയർലി, അതായത് ഒരു 0.5% ആൾക്കാർക്ക് ഇത് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ഗുരുതരാവസ്ഥ, സാധാരണ മഞ്ഞപ്പിത്തമാണെങ്കിൽ പോലും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോയേക്കാം. ഇത് ഡോക്ടറുടെ നിത്യം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആ സമയത്ത് ലിവറിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും, പല രാസവസ്തുക്കളും ലിവറിന്റെ പ്രവർത്തനക്ഷമതയും വിഷാംശം ദൂരീകരിക്കുന്നതിന്റെ ഒരു വലിയ പങ്ക് ലിവറാണ് വഹിക്കുന്നത്. ഈ ഒരു പ്രവർത്തനവും ചിലപ്പം ഇല്ല എന്ന് വരാം. ആ കണ്ടീഷനിൽ നമ്മൾ പല കാര്യങ്ങളും രോഗിക്ക് വേണ്ടി സപ്ലിമെന്റ് ചെയ്യാനുണ്ട്. അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മുഖ്യമായി ട്രീറ്റ്മെന്റ് കൊണ്ടും ഫോളോ അപ്പ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ, ഈ എണ്ണ പോലുള്ള ഈ അസുഖ സമയത്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈവൻ വറുത്തിടാത്ത പോലും കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിന് എത്രത്തോളം ആയുർവേദ ചികിത്സ പ്രകാരം അങ്ങനെ ഒരു കേൾവിയുണ്ട്. പക്ഷേ പഥ്യം ഉണ്ടോന്ന് അലോപ്പതി ചികിത്സയിൽ ഇതിന് പ്രത്യേകിച്ചൊരു പഥ്യം എന്ന് പറയുന്നതില്ല. സുഗമമായി ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണം, അതാണ് നമ്മൾ പഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ പോലെ ഉപ്പിടാം, കാരണം അത് ലവണം. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർ കൂടെയുണ്ട്. ഡോക്ടർ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഇത് വേണു. വേണു, പറഞ്ഞോളൂ. അത് എനിക്ക് വയറ്റിൽ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വയറിലൊരു വീർത്ത് വരുന്ന മാതിരി. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ വയറിന്റെ ഇടതുഭാഗത്തായിട്ട് പിന്നെ ഒരു ചെറിയൊരു വേദന. വേണുവിന് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ ഒരു 65 വയസ്സുണ്ട്. 65 വയസ്സ്. സ്ഥിരമായിട്ട് വേദനയില്ല, ഇടക്കിടക്ക് വേദന. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്കൊരു വയറൊരു വീർത്ത് വരുന്നത്. ഓക്കെ. വയറ്റിൽ എരിച്ചില്, പുകച്ചില്, പുളിച്ച് തികട്ടി വരിക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരു എരിച്ചില് വരുന്ന പോലെയുണ്ട്. എന്തെങ്കിലും സ്ഥിരമായ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഇല്ല, മരുന്നൊന്നും കഴിക്കില്ല. ഞാൻ ഈയിടെയായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു. എനിക്ക് അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അതൊരു 3 ആഴ്ച വരെ കഴിക്കുന്നായിരുന്നു. അപ്പൊ അതിന് ശേഷം കുറച്ച്
ഒരു സമാധാനം കണ്ടതിന് ശേഷം പിന്നെ ഞാനൊരു 1.5 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചില്ല. ഈ മരുന്ന് കഴിച്ചത് ഡോക്ടർ. പറഞ്ഞു. നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങള് വയറ്റിലുണ്ടാകുന്ന അസിഡിറ്റി, അതിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അതായത് ചെറിയ പുകച്ചില് വരിക, ഒപ്പം തന്നെ വയറിൽ ഗ്യാസ് കിട്ടിയതുപോലെ കമ്പിച്ചിരിക്കുന്നത് പോലെ തോന്നുക. അത് സാധാരണഗതിയിൽ അസിഡിറ്റിയുടെ ലക്ഷണമാണ്. അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറഞ്ഞ മരുന്നുകൾ തന്നെയാണ് ഇതിന് കഴിക്കേണ്ടത്, അത് തന്നെ കഴിക്കുക. അത് ഭക്ഷണത്തിന് മുന്നെയാണ് കഴിക്കേണ്ടത്, ശരീരത്തിലെ ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണത്തിന് മുന്നെയാണ് ഞാൻ കഴിക്കല്. ഭക്ഷണത്തിന് അതിന്റെ ശേഷം എനിക്ക് ഈ പിന്നെ ദേഹത്തില് അവിടെ എവിടെയായിട്ട് വേദന വരുന്നുണ്ട്. അപ്പൊ വേദന വന്നതിന് ശേഷം ഞാൻ ഈയിടെയായിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ECG ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും ചെയ്യുന്നായിരുന്നു. അതൊരു ഒരു മാസം മുമ്പ് ചെയ്തതാണ്. ഓക്കെ. അതിന്റെ ശേഷം വീണ്ടും ഈ വയറ്റിന്റെ ഒരു സ്തംഭനം മാതിരിയായിട്ട് വരുന്നു. അത് ഈ അസിഡിറ്റിയുടെ പ്രശ്നം പരിപൂർണമായി കുറയാത്തത് കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാകുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, അമിതമായിട്ടുള്ള എരിവും പുളിയും ഉള്ള ഭക്ഷണം കുറയ്ക്കുക, മസാലയിട്ട കറികൾ, ഒത്തിരി വറുത്ത് പൊരിച്ച സാധനങ്ങൾ, ഇവയെല്ലാം കുറയ്ക്കുക. ഇതിനോടൊപ്പം തന്നെ കൃത്യസമയത്തുള്ള ഭക്ഷണം, വെള്ളം, ശുദ്ധീകരിച്ച വെള്ളം അത്യാവശ്യം ഒരു 2 ലിറ്ററോളം ഒരു ദിവസം കുടിക്കണം. വെള്ളം ധാരാളം കഴിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ അന്നേരം മൂത്രം ഒരു മണിക്കൂർ കൂടെ പോയിക്കൊണ്ടിരിക്കും. അതിന് കുഴപ്പമില്ല. പക്ഷെ വേദന നിലനിൽക്കുന്നുണ്ട്, ഇത് കുറയുന്നില്ല. മരുന്ന് കഴിച്ചിട്ട് ഒരു 4 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാം. 4 ആഴ്ചക്കുള്ളിൽ ഇതിന് കുറവ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുകയും വേണ്ടി വന്നാൽ ലക്ഷണങ്ങളൊക്കെ നോക്കിയതിനു ശേഷം വേണ്ടി വന്നാൽ ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റ് നടത്തുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഞാൻ കാണിച്ചിരുന്നു ഈ ഒരു മാസം കഴിച്ചതിന് ശേഷം കാണിച്ചു വന്നിട്ട് അവരാണ് ഈ ഗുളിക കഴിക്കുന്നത്. അതെ, മരുന്ന് ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളുടെ മരുന്ന് ഇത് തന്നെയാണ്. ഇത് ഒരു 4 ആഴ്ച കഴിക്കേണ്ടി വരും. ഏകദേശം പരിപൂർണമായ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് 4 ആഴ്ചയോളം കഴിക്കേണ്ടി വരും. അതിനുശേഷവും ഇത് ഇതേപോലെ തന്നെ വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് അത്യാവശ്യം വേണ്ട അൾട്രാസൗണ്ട് സ്കാനും എൻഡോസ്കോപ്പി ടെസ്റ്റും വേണ്ടി വരും. അതെ, ഓക്കെ. നമുക്ക് ആസിഡിറ്റി ആണെന്ന് തോന്നുന്നു ഇവരുടെ പ്രശ്നം. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ്, എല്ലാവരും സ്വാദ് എന്നുള്ളതിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൂടുതലായിട്ടും മസാലയിട്ട കറികളും പിന്നെ ക്രമം തെറ്റിയുള്ള ഭക്ഷണം, തോന്നിയ സമയത്തുള്ള, പല ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യുകയാണ്. രാത്രി മൊത്തം നമ്മൾ വയർ കാലിയായിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ബ്രഞ്ച് മാത്രമായി മാറി. അതെ, അത് മാത്രമായി മാറി. അതും മിക്കവാറും സ്നാക്സ് കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് വിഭാഗത്തിൽപ്പെട്ട സ്നാക്സുകളായിരിക്കും, വറുത്തുപൊരിച്ച അങ്ങനത്തെ ഭക്ഷണങ്ങളായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് അതും വളരെ സ്പൈസി ആയിട്ടുള്ള, വളരെ മസാല കൂടിയ ഭക്ഷണം കഴിക്കുകയും എണ്ണയിൽ പൊരിച്ച സാധനങ്ങളും കഴിക്കുമ്പോൾ വയറ് കമ്പിക്കുക, നെഞ്ചെരിച്ചിൽ, വയറിന് പുകച്ചിൽ, പുളിച്ചു തകട്ടി വരിക എന്നീ ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് സർവ്വസാധാരണമാണ്. പക്ഷേ പ്രായമായ ഒരാൾ, അതായത് 50 വയസ്സിന് മേലെയുള്ള ഒരാൾക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ലക്ഷണം ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കേണ്ടതാണ്. കാരണം വളരെ റെയർലി, അതാണെന്നല്ല പറയുന്നത്, വളരെ റെയർലി ചില ക്യാൻസർ പോലത്തെ ലക്ഷണങ്ങളും തുടക്ക ലക്ഷണം ഈ എരിച്ചിലും പുകച്ചിലും മാത്രമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 50 വയസ്സിന് മുകളിലുള്ള, മെയിൻലി വേണ്ടത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലക്ഷണം. ചില മരുന്നുകൾ കഴിച്ചാൽ, ഇപ്പം 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഹാർട്ടിന് അസുഖം, അതുപോലത്തെ അസുഖങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് പലപ്പോഴും നമ്മൾ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക കൊടുക്കേണ്ടി വരാം. അങ്ങനെ ഗുളിക കഴിക്കുന്നവർക്ക് ഈ എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാകാം. ഇതൊന്നുമില്ലാതെ ഉണ്ടാകുകയാണ് നമ്മൾക്ക് അതിനോടൊപ്പം ഛർദി ഉണ്ടാകുക, അല്ലെങ്കിൽ ശരീരത്തിന് മെലിച്ചിലുണ്ടാകുക, ഭാരം കുറയുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ പുതുതായി ഉണ്ടാകുകയോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ നിലവിലുള്ള ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ച് വേണ്ട ടെസ്റ്റുകളും ചെയ്ത് അതിനുള്ള ചികിത്സ തേടണം. ഈ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അത് പല അസുഖങ്ങൾക്കും കാരണമാണ്. അതിലൊന്നാണ് ഈ ലിവർ, ഫാറ്റി ലിവർ. അത് നമ്മുടെ മെയിൻ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നതാണ്. യൂത്തിനാണെങ്കിൽ ഒരു മേജർ കാര്യം, അത് മുഖ്യമായ ഒരു കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന വ്യതിയാനങ്ങളാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ അധ്വാനിച്ച് ശരീരം അനങ്ങിയുള്ള പണികൾ ചെയ്തിരുന്നുകൊണ്ട് ഇത്രയും പ്രശ്നം. നമ്മൾ ഇന്നെല്ലാം സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. എല്ലാവരും, മെജോറിറ്റി ആൾക്കാരും ഇരുന്നുള്ള ജോലികൾ.
ഭക്ഷണം ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് എല്ലാം വറുത്ത് പൊരിച്ച സാധനങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. സമയം തെറ്റിയുള്ള ഭക്ഷണം. ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യം മദ്യം യൂത്തിൽ വളരെ വളരെ റാമ്പന്റ് ആയി കണ്ടുവരുന്ന ഒന്നാണ് മദ്യം. ഇങ്ങനത്തെ ഇതുകൊണ്ടല്ല, ഒപ്പം വ്യായാമം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതായി മാറി. അതുകൊണ്ട് തന്നെയാണ് മെയിൻലി ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ഒരു വലിയ അസുഖമായി കാണേണ്ട കാര്യമില്ല. ഫാറ്റി ലിവർ കോൾ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 പറഞ്ഞോളൂ. ഹലോ ഹലോ, ഞാൻ എന്താ മോൾക്ക് വേണ്ടി വിളിക്കുകയാണ്. ഹലോ, ചോദിച്ചോളൂ. ഞാൻ എന്റെ മോള് 7 വയസ്സിന്റെ കുട്ടിയാണ്. അവൾക്ക് എപ്പോഴും ഒരു വയറുവേദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ എല്ലാവരും കൂടും, അസുഖം കൂടും. വേദന വെച്ച് ഒരുപാട് നേരം കരയും. ചിലപ്പോൾ എത്ര വെച്ച് കഴിഞ്ഞാൽ വേദനയാണെന്ന് പറഞ്ഞിട്ട് കരയും. അപ്പൊ ഞാൻ ഡോക്ടർ പത്മനാഭക്ഷണങ്ങളിൽ കാണിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് വെറും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അതിലൊന്നും കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്ത് അതിലൊന്നും കംപ്ലൈന്റ് ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഒന്ന് സർജറി കാണിക്കണം പറഞ്ഞിട്ട് അവിടെ നമ്മളെ ഡോക്ടർ കാണിച്ചിരുന്നു ഇവിടെ. അപ്പൊ അതില് ഡോക്ടറിന്റെ ഒന്ന് കുട്ടിക്കൊന്നും കംപ്ലൈന്റ് കാണുന്നില്ല, ഭക്ഷണങ്ങള് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുട്ടി ഇപ്പോഴും വയറുവേദന എന്നില്ല പറയുന്നത്. ഇതിപ്പോ ചില സമയങ്ങളിൽ വല്ലാതെ കരയുന്നുണ്ട്, ചിലപ്പോ ഒന്നുമില്ല. ചിലപ്പോ ഏത് ദിവസം സ്കൂളിൽ ചിലപ്പോ 2 ദിവസം ഛർദ്ദിച്ചിരുന്നു. ഇതിപ്പം എത്ര കാലമായിട്ടുണ്ട് ഈ ബുദ്ധിമുട്ട്? എത്ര ദിവസമായിട്ടുണ്ട്? ഏകദേശം ഒരു 2 മാസത്തോളായി. ഞാൻ സെപ്റ്റംബറിലാണ് ഡോക്ടർ കാണിച്ച ടെസ്റ്റ്. കുട്ടികളിലുള്ള കുറച്ചൊരു ഓഗസ്റ്റ് ലാസ്റ്റ് ആ ടൈമിലുണ്ട്. കുട്ടികളിൽ ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അസിഡിറ്റി എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലുമുള്ള വ്യത്യാസം കാരണം കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് മാത്രം ഉണ്ടാകുന്ന പല അസുഖങ്ങൾ, അതായത് ചില വിരശല്യം കൊണ്ടിട്ട് വയറുവേദനയായിട്ട് വരാം. കുട്ടികൾക്കല്ലാതെ തന്നെ ബിനൈനായിട്ട് നമ്മുടെ ആമാശയത്തിന്റെ അനക്കം, കോളിക്കി പെയിൻ എന്ന് പറയും, അതായത് ഒരു പിടിച്ചു വലിക്കുന്ന പോലത്തെ ഒരു വേദന ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴുണ്ടാകാം. അത് ചിലപ്പോൾ തന്നെത്താൻ തന്നെ അത് മാറിയെന്നും ഇരിക്കും. ഈ വിഭാഗത്തിൽപ്പെട്ട വേദനകളാണെങ്കിൽ അതിന് കൂടുതലായി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാധാരണഗതിയിൽ ഒരു പ്രായം ചെല്ലുമ്പോഴത്തേക്കും തന്നെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഈ വേദന മാറും. ഇതോടൊപ്പം തന്നെ ചില വേദന പറയുന്നത് കേട്ടില്ല. ഇതിനോടൊപ്പം ഛർദിയും ഉണ്ടെന്നാണോ പറഞ്ഞത്? ഛർദി എല്ലായ്പ്പോഴും ചില സമയത്ത് കൂടുതലും വെള്ളം മാത്രമേ ഛർദിക്കുന്നു. ഭക്ഷണം ഇതൊന്നും അതിനകത്തില്ല, കൂടുതലും വെള്ളമാണ്. വെള്ളം പോലെയാണ് ഛർദിക്കുന്നത്. വെള്ളം മാത്രം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതിനകത്തും ബ്ലഡ് ടെസ്റ്റിനകത്തും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെയുള്ള 2 ദിവസമായിട്ട് കുട്ടി വേദന പറയുമ്പോ വേദന വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ അമർത്തി നോക്കുമ്പോ ഒരു കുറച്ച് കട്ടി പോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് സൈഡില് താഴെ ഭാഗത്ത് ഒരു കുറച്ച് കട്ടിയുള്ള പോലെ. അതിന് ഇല്ല പറയുമ്പോൾ അതില്ല. അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചില റെയർ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഇൻഡ്യൂസെപ്ഷൻ എന്നൊക്കെ പറയുന്ന ചെറിയ ചില അസുഖങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഈ വേദന ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലെ ഒരു തടുപ്പ് തോന്നുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുകയാണ് അത്യാവശ്യം. അത് ആ സമയത്ത് മാത്രമേ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. അത് കാണിച്ച് അതിനുള്ള ചികിത്സകൾ എടുക്കേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ചെറിയൊരു ബ്രേക്കിന് ശേഷം തന്നെ നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമുക്കൊരു കോൾ ഉണ്ട്. ഡോക്ടർ, ചൊവ്വയിൽ നിന്ന് ബൈജു ആണ്. ബൈജു പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഈ ലിവർ സെൽ ഡിപ്ലാസിയ എന്ന് പറഞ്ഞത് ലിവർ ബയോപ്സി ആയിട്ടുള്ള റിപ്പോർട്ട് ബൈജു ലിവർ ബയോപ്സി ചെയ്യാൻ കാരണം എന്തായിരുന്നു?
ലിവറില് ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അല്ല, ബൈജുവിന് എത്ര വയസ്സായി? എന്റെ അല്ലേ, നമ്മളെ അച്ഛൻ്റെ. ഓക്കെ, മുഴ വന്നിട്ട് ഇത് മുഴ 1.5 മില്യൺ ഉണ്ടായിരുന്നു. ശരി, എത്ര വയസ്സുള്ള ആളാണ്? 63. നേരത്തെ സിറോസിസ് പോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള ആളാണ്? അതെ. സിറോസിസ് പോലത്തെ അസുഖത്തില് മുഴ വരുമ്പോൾ ആ മുഴ ക്യാൻസർ പോലത്തേതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവർ ബയോപ്സി ചെയ്യുന്നത്. അതിനകത്ത് ഡിസ്പ്ലേസിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ പരിപൂർണമായി ക്യാൻസറിന്റെ രൂപങ്ങളല്ല, എന്നാൽ അതൊരു നോർമൽ ആയിട്ടുള്ള സെല്ലും അല്ല, ഒരു കോശവും അല്ല. ഹെപ്പറ്റോസൈറ്റ് എന്ന് പറയുന്ന ലിവറിലെ കോശത്തിൽ വരുന്ന ചെറിയ വ്യതിയാനങ്ങൾ, ഭാവിയിൽ അത് ക്യാൻസർ പോലത്തേതാകാം. അത് ആ റിപ്പോർട്ട് മുഴുവനായി വായിച്ചാൽ മാത്രമേ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. പരിയാരത്തുനിന്ന്. അപ്പോ ഈ ലിവർ ബയോപ്സി ചെയ്ത ദിവസം തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ അത് കൃത്യമായ മെജോറിറ്റി ഓഫ് ദ സമയത്തും അത് വരുന്നത് ലിവർ ക്യാൻസർ തന്നെ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതിനകത്ത് പരിപൂർണമായ റിപ്പോർട്ടല്ല നിങ്ങളിപ്പോ പറഞ്ഞത്. ലിവർ സെൽ ഡിസ്പ്ലേസിയ, അതിന് കുറച്ച് ഡിസ്ക്രിപ്ഷൻ, അതിനകത്ത് കുറച്ച് വിശദീകരണങ്ങൾ കാണും ആ ബയോപ്സി റിപ്പോർട്ടിനകത്ത്. ബയോപ്സി ചെയ്ത അന്നേ ദിവസം തന്നെ മരണപ്പെടുകയുണ്ടായി. എന്തായിട്ട്? പെട്ടെന്ന് ആർക്കും വേദന വന്നു രാത്രി. ഓക്കെ, സിറോസിസ് ഉള്ള രോഗികളിൽ സാധാരണ ലിവർ ക്യാൻസർ ആണ് അതിനകത്ത് മുഴയായിട്ട് സാധാരണയായിട്ട് വരാറുള്ളത്. ഓക്കെ ബൈജു. ഡോക്ടർ, ഈ സിറോസിസ് എന്നാൽ എന്താണ് ശരിക്കും? സിറോസിസ് എന്ന് പറഞ്ഞാൽ അഥവാ അതിന് കരൾ ചുരുക്കം. കരളാണ് നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫയിങ് ഏജന്റ്, അതായത് വിഷാംശം മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരവയവം. ഈ കരളിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാം തടസ്സപ്പെടുമ്പോൾ എടുത്തോളൂ. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് എളിയാവൂരിലാണ്. പറഞ്ഞോളൂ. ഷൈമാനാണ്. ഷൈമ ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ ഭർത്താവിന് വേണ്ടിട്ട് വിളിക്കുന്നതാണ്. ഷൈമ പറഞ്ഞോളൂ. പിന്നെ അവർക്ക് വയറിന്റെ അടുത്ത് ഒരു വേദനയായിരുന്നു. അപ്പൊ അത് ഡോക്ടറെ കാണിച്ചിട്ട് എൻഡോസ്കോപ്പി ചെയ്തിന്. എൻഡോസ്കോപ്പി ചെയ്തപ്പോ വയറിൽ അണുബാധാന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഗുളിക കുടിച്ചു. 2 എന്നുള്ള നല്ല ഡോസുള്ള ഗുളികയാണ് ആദ്യം കൊടുത്തത്, 2 അപ്പൊ അത് കുടിച്ചിട്ട് വീണ്ടും ഇപ്പൊ 1.5 മാസത്തേക്ക് അതേ ഗുളിക 20 mg തന്നത്. അപ്പൊ അത് കുടിച്ചിട്ട് ചെറുതായിട്ട് തന്നെ വേദനയുണ്ട്. നേരത്തെയുള്ള വേദനയെക്കാട്ടിലുള്ള വേദന കുറവുണ്ടോ? കുറച്ച് കുറവുണ്ട്. നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് ശരീരത്തിൽ അസിഡിറ്റി കൂട്ടുന്ന, അതായത് നമ്മുടെ വയറ്റിൽ അസിഡിറ്റി കൂട്ടുന്ന എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു അണുബാധ ആയിരിക്കാം അവർക്ക് ഉണ്ടായിരിക്കാൻ സാധ്യത. അതുകൊണ്ടിട്ടാണ് കുറച്ച് ഡോസ് ഉള്ള ഒരു ഗുളിക 2 ആഴ്ചത്തേക്ക് കൊടുത്തു കാണും. ആദ്യമേ കുറച്ച് ഏറെ ഗുളികകൾ ഉണ്ടാകും. അതിനുശേഷം അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആണ് ബാക്കിയുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗുളിക സ്ഥിരമായി കൊടുക്കുന്നത്. അത് സാധാരണഗതിയിൽ 6 ആഴ്ചത്തോളം കഴിച്ചു കഴിയുമ്പോൾ അസിഡിറ്റിയുടെ അളവ് കുറയേണ്ടതാണ്. പക്ഷെ ചില ആൾക്കാരിൽ അവരുടെ ഭക്ഷണ രീതികളുടെ വ്യത്യാസം കൊണ്ടിട്ടും വേറെ പല, ഇപ്പൊ സിഗരറ്റ് സ്മോക്കിംഗ്, അങ്ങനെ വേറെ പല കാരണങ്ങൾ കൊണ്ടിട്ടും അസിഡിറ്റിയുടെ അംശം കൂടുതലായി നിലനിൽക്കുന്നു എന്ന് വരാം. അങ്ങനെയുള്ളവർക്ക് ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ ഇതിന് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും കാണിക്കുക വേണ്ടത്? അതെ, 6 ആഴ്ചത്തെ മരുന്ന് കഴിയുമ്പോൾ വീണ്ടും ഡോക്ടറെ കാണിക്കുക. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, അസിഡിറ്റി മെയിൻലി അവർക്ക് കണ്ടുപിടിച്ചിരിക്കാൻ സാധ്യത എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു അണുബാധ ഉണ്ടായിരുന്നിരിക്കാം. അത് അതിന്റെ മരുന്ന് കഴിക്കുമ്പോൾ സാധാരണയായിട്ട് അത് മാറുകയാണ് പതിവ്. പക്ഷെ അസിഡിറ്റി ഉണ്ടാകാനുള്ള വേറെ പല കാരണത്തിൽ, ഒന്ന് നമ്മുടെ ജീവിത രീതിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആസിഡ് കണ്ടന്റിന്റെ എരിവും പുളിയും കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അമിതമായ സ്ട്രോങ് ആയിട്ടുള്ള ചായ, കാപ്പി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വറുത്ത് പൊരിച്ച സാധനങ്ങളൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് സിറോസിസിലേക്ക് തിരിച്ചു വരാം. ഈ കരൾ ചുരുക്കം അല്ലെ? കരൾ ചുരുക്കം, അതിൽ മുഖ്യമായി നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു കാരണം നമ്മുടെ നാട്ടില് മദ്യപാനം കൊണ്ടിട്ടുണ്ടാകുന്ന സിറോസിസ് ആണ്. കരൾ ചുരുക്കം, മദ്യപാനം മേജർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ്. വേറെ പല കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നതും ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്ന അണുബാധകൾ, ഇത് രണ്ടും ശരീരത്തിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള, ഹെപ്പറ്റൈറ്റിസ് ബി പിന്നെയും
കുറെയെങ്കിലും പോകും. സി അത്ര പെട്ടെന്ന് പോകണമെന്നില്ല. കോൾ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സമീറയാണ് വിളിക്കുന്നത്. സമീറ ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. അത് മാഡം പിന്നെ എനിക്ക് രാത്രി ആകുമ്പോ എപ്പോഴും പനി വരുന്നേ, പിന്നെ നല്ല ബോഡി പെയിൻ ഉണ്ട്. അതെന്താ കാരണം? സമീറ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 20. എത്ര നാളായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്? ഇപ്പൊ ഒരു 2-3 ആഴ്ചയായിട്ടുണ്ട്. രാത്രി മാത്രമേ ഉള്ളൂ. നല്ല കുളിരും ഉണ്ടാകും, നല്ല പനിയുണ്ട്, പിന്നെ ഫുൾ ബോഡി പെയിനും. ഇതല്ലാതെ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ഒപ്പം വയറിന് വയറ്റിനില്ല, കുഴപ്പമൊന്നുമില്ല. വയറ്റിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സമീർ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു ഡോക്ടറെ കാണിച്ചിട്ട് ടെമ്പറേച്ചർ ശരിക്കും, അതായത് ശരീരത്തിൽ ചൂട് ശരിക്കും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബേസിക് ആയിട്ട് അത്യാവശ്യം വേണ്ട ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട് സാധാരണയായി നമ്മൾ ചെയ്തു വരുന്ന. ആ ടെസ്റ്റുകൾ അതിനകത്ത് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഇതിലൊന്നും മാഡം എനിക്ക് 1 വർഷം മുമ്പ് മഞ്ഞപ്പിത്തം വന്നതായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ആണോ? ഇല്ല. പിന്നെ എപ്പോഴും എന്റെ BP ഇങ്ങനെ ലോ ആയിക്കൊണ്ടേയിരിക്കുന്നത്, 50 മുകളിൽ കയറുന്നില്ല. എപ്പോഴും ട്രിപ്പ് ഇടാനാണ് പതിവ്. ഈ തലകറക്കം ഛർദിയൊക്കെ വരുന്നതായിട്ട്. സമീർ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് ഇത് കൃത്യമായിട്ട് BP-യുടെ അളവ്, നിങ്ങൾക്ക് ബാക്കി തൈറോയിഡ് ഗ്രന്ഥി സംബന്ധിച്ചുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായി ടെസ്റ്റുകൾ. അല്ല മാഡം, എന്തുണ്ട് ഇങ്ങനെ BP ഇങ്ങനെ ഒന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഒരിക്കലും ഹൈ ലെവലിൽ എത്തുന്നില്ല, ഒരു മീഡിയം അതിൽ നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് പൊതുവെ യങ്സ്റ്റേഴ്സിന് വളരെ സാധാരണയായി കണ്ടുവരുന്ന BP പൊതുവെ കുറച്ച് കുറവായിരിക്കും. നമ്മൾ സാധാരണ 120-80 എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കും ഈ പ്രായത്തിലുള്ള ആൾക്കാർക്കും പലപ്പോഴും അത് 100-70, 160 ആ റേഞ്ചിലൊക്കെ ഉണ്ടാകാറുള്ളൂ. അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് സിംറ്റംസ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ണിൽ ഇരുട്ട് കയറുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കാനായി നമ്മൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പൊ കാണിക്കുമ്പോൾ അപ്പൊ തന്നെ അവര് 2 ട്രിപ്പ് ഇട്ട് വരും. അപ്പൊ കുഴപ്പമുണ്ടാവില്ല, നോർമലാണ്. 85-50 വരുന്നത്. എന്തോ 85-50 വരുന്നത്. അപ്പൊ അത് ഫിസിഷ്യനെ കാണിച്ചിട്ട് വേറെ അതിന് നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള എൻഡോക്രൈൻ ആയിട്ടുള്ള ചില ഗ്രന്ഥികളുടെ പ്രവർത്തന കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഈ ഫീവറിന്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടോ? 3 ആഴ്ചയായിട്ട് പനി തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചില അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഉദാഹരണത്തിന് TB പോലത്തെ അസുഖങ്ങൾ, അതിന്റെ ആദ്യ ലക്ഷണം ചിലപ്പോൾ ചുമ വേണമെന്നില്ല. അല്ല, ചുമ വേണമെന്നുമില്ല, കുളിരായിട്ടായിരിക്കും ചിലപ്പം തുടങ്ങുന്നത്. അപ്പൊ അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില ടെസ്റ്റുകൾ, ബ്ലഡിന്റെ ടെസ്റ്റുകൾ ചെയ്താൽ ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നമ്മളിത് സ്ഥിരീകരിക്കേണ്ടതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു സെമീറക്ക് മുൻപേ മഞ്ഞപ്പിത്തം വന്നതുകൊണ്ടുണ്ടായ ഒരു പനി അതുകൊണ്ട് കാരണമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സിറോസിന്റെ ഹെപ്പറ്റൈറ്റിസ് B, C ഇതുകൊണ്ടും സിറോസിസ് വരാം. മുഖ്യമായ ഒരു കാരണം നമ്മൾ ഈയിടെ പണ്ടൊന്നും ഇത് നമ്മുടെ കേരളത്തിൽ അധികമില്ല, പൊണ്ണത്തടി അഥവാ ഒബീസിറ്റിന്റെ കാരണം. കോൾ എടുക്കട്ടെ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ. ഇതാരാ സംസാരിക്കുന്നത്? ഇത് സർക്കലിന് ലീലയാണ്. ചോദിച്ചോളൂ ലീല. പറഞ്ഞോളൂ. അത് എനിക്ക് വയറ്റില് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാല് വയറ്റില് പുളി വന്നിട്ട് ഛർദിക്കുന്നു, പുളിച്ച് തികട്ടി വരുന്നു, പുളി ഛർദിക്കുന്നു. ഓക്കെ. ലീല എത്ര വയസ്സുണ്ട്? 55 വയസ്സ്. 55 വയസ്സ്. അമിത വണ്ണമുള്ള കൂട്ടത്തിലാണോ? അങ്ങനെ കൂടുതൽ വണ്ണമില്ല. ശരി. നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷണം സാധാരണഗതിയിൽ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ GERD എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നമ്മുടെ അന്നനാളവും ആമാശയവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു വാൽവ് പോലെ ഒരു സ്ഫിങ്ക്റ്റർ എന്ന് പറയും, വാൽവ്, ഒരു അടപ്പ് പോലെ ഒരു സാധനമുണ്ട്. ഇത് പ്രോപ്പർലി കൃത്യമായി പ്രവർത്തിക്കാതെ വരികയോ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിനുള്ളിലെ അമിത വണ്ണമുള്ള ആൾക്കാർക്ക് വയറ്റിനുള്ളിലെ പ്രഷർ കൂടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആണ് ഈ നമ്മൾ കഴിച്ച ഭക്ഷണവും അല്ലെങ്കിൽ പുളിച്ചു തികട്ടിയ വെള്ളവും തിരിച്ചു കയറി വരുന്നത്. എരിവും പുളിയൊന്നും തീരെ പറ്റില്ല. ചില ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലാണ്. വറുത്തു പൊരിച്ച സാധനങ്ങള്, ചോക്ലേറ്റ് പോലത്തെ ഭക്ഷണം, അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലാണെങ്കിൽ പിന്നെ വയറ്റുന്ന ഭയങ്കര പോകലാണ്.
അത് കൂടുതലായിട്ട് വരും. അതിന് നമ്മൾ എരിവും പുളിയുള്ള ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതെ, അത് കഴിക്കലേ ഇല്ല, എരിവും പുളിയും തീരെ കഴിക്കില്ല. എന്നാലും ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോ തന്നെ വയറൊരു സ്തംഭം പോലെ വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോ പുളി വെള്ളമായിട്ട് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ GERD എന്ന് പറയുന്ന വിഭാഗത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു തരം ഹെർണിയ, വയറ്റിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു തരം ഹെർണിയ കൊണ്ടിട്ടും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിന് ചെയ്യാനുള്ളത്, നിങ്ങൾ വയറ് നിറച്ച്, അതായത് ഫുൾ സ്റ്റമക്ക് ആകുക, വയർ ആമാശയം നിറച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കുനിഞ്ഞു നിന്നുള്ള ജോലികളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ കിടക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. നമ്മൾ നടക്കുകയോ എഴുന്നേറ്റിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ തിരിച്ചു കയറി വരുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനോടൊപ്പം വയർ അമിതമായി നിറയുന്ന രീതിയിൽ കഴിക്കാതിരിക്കുക. ഇനി ടെൻഷൻ വരുമ്പോ അങ്ങനെയെല്ലാം ഉണ്ടാവും. അതെ, ടെൻഷൻ വരുമ്പോൾ ഗുളിക കഴിക്കുക, സിൻഡാക്ക്, അത് കഴിക്കുന്നതിനെ കൊണ്ടൊന്നും അതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കൂടുതലായി വേണ്ടത് ഈ പ്ലെയിൻ സിൻടാക് എന്ന് പറയുന്ന ഗുളികനെക്കാട്ടിലും സിൻടാക് ഡി അല്ലെങ്കിൽ ഡോംപെരിഡോൺ എന്ന് പറയുന്ന ഒരു മരുന്നും കൂടെ ചേർന്ന ഗുളികരായിരിക്കും കൂടുതൽ പ്രയോജനം ചെയ്യുക. അതുപോലെ തന്നെ അതെ, ഇത് നിലനിൽക്കുന്നു, ഇതേപോലെ തന്നെ നിലനിൽക്കുന്നു, കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം. കാരണം ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന അസുഖമാണെങ്കിൽ അത് പരിപൂർണമായി മരുന്നുകൊണ്ട് മാറണമെന്നില്ല. അതിന്റെ തന്നെ ചില അളവുകളുണ്ട്. അതായത് വലിയ ഹയാറ്റസ് ഹെർണിയ ആണെങ്കിൽ അത് പൂർണ്ണമായി മാറണമെന്നില്ല മരുന്നുകൊണ്ട്. അപ്പൊ അതിന് വേറെ ചികിത്സകൾ, ചില ഓപ്പറേഷൻ പോലത്തെ ചികിത്സകളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും. കുറെ കാലമായി ഇത്. അതെ, നിങ്ങൾ അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഓക്കെ. നമുക്ക് സിറോസിനെ കുറിച്ച് അതിന് മുഖ്യമായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പൊണ്ണത്തടി, അതായത് സെൻട്രൽ ഒബീസിറ്റി. ഇക്കാലത്ത് വരുന്ന ഒബീസിറ്റി കുട്ടികളിലും വളരെ കൂടുതൽ. പണ്ട് നമ്മുടെ ആൾക്കാരിൽ മെലിഞ്ഞവരായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ ക്ഷീണം പിടിച്ചവരായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഒരു കോൾ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് രമേശ് ആണ്. രമേശ് ചോദിച്ചോളൂ. ഒരു 10 വർഷം മുമ്പ് നമ്മളെ ഫാദർക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. രമേശ് പറഞ്ഞോളൂ. അപ്പൊ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ എന്റെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അപ്പാണ് ഞാൻ കാണുന്നത്. ഓക്കെ. ഞാൻ പിന്നെ ചികിത്സ നിർത്തില്ല. പിന്നെ ഇപ്പൊ ഒരു വർഷം മുമ്പ് പിന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ അപ്പം പറഞ്ഞു, അതും ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. ഓക്കെ. അപ്പൊ അത് പൂർണ്ണമായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ രമേശ്? അത് നമുക്ക് ഇപ്പൊ 10 കൊല്ലമായിട്ട് നോർമലായിട്ട് കിടക്കുന്നല്ലേ, അതിനെ കൊണ്ട് നമുക്കൊന്ന് പ്രശ്നമുണ്ടോ? രമേശ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അണുബാധ നിങ്ങളിപ്പോൾ പറഞ്ഞ ചികിത്സകൾ, ടെസ്റ്റുകൾ വെച്ചിട്ട് ഏകദേശം 10 വർഷത്തോളമായി നിങ്ങൾക്കുണ്ട്. മഞ്ഞപ്പിത്തം നിങ്ങൾക്ക് വന്നിട്ടുമില്ല. ആ സ്ഥിതിക്ക് ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കായി കാണാൻ ഒരു സാധ്യതയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അസുഖം ക്രോണിക് സ്റ്റേജിലേക്ക്, അതായത് 6 മാസത്തിന് മേലെ നിൽക്കുകയാണെങ്കിൽ അതിന് ലിവറിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. പക്ഷെ അത് വളരെ കുറഞ്ഞൊരു ശതമാനം, അതായത് 10% താഴെ ആൾക്കാർക്ക് മാത്രമേ അതുകൊണ്ടിട്ട് ലിവറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലിവറിന്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ട്, അത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന LFT എന്ന് പറയുന്ന ടെസ്റ്റുകൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ എത്ര എക്സ്റ്റെന്റിലുണ്ട്, അണുക്കൾ എത്രയുണ്ട്, അതിന് പല സ്റ്റേജസ് ഉണ്ട്. ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അസുഖത്തിന് അത് ഏത് സ്റ്റേജിലാണ്, അതിന്റെ ചില രാസപരിശോധനകളൊക്കെ ഉണ്ട്. അത് ചെയ്ത് അണുബാധ നന്നായിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനും ചെയ്താൽ ലിവറിനെ അത് എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലിവറിനെ ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു രീതിയിൽ, കാരണം ചില ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ലാതെ ശരീരത്തിൽ വളരെ സൗമ്യമായി ഇരുന്ന് എന്ന് വരും. പക്ഷെ ഭാവിയിൽ അതിന് ഈ അണുക്കൾക്ക്, ഈ വൈറസിന് ചില കൂടുതൽ ശക്തി പ്രാപിച്ച് അതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. അപ്പം അത് LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് അതിന് വേണ്ട ചികിത്സ എടുക്കേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള എല്ലാവർക്കും ചികിത്സയുടെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ ശതമാനം, അതായത് ഒരു 5-6% ആൾക്കാർക്ക് മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവർക്ക് ചികിത്സയുടെ ആവശ്യമുള്ളൂ. എല്ലാ ആൾക്കാർക്കും ചികിത്സയുടെ ആവശ്യമില്ല. നിങ്ങൾ ചികിത്സിക്കേണ്ട സ്റ്റേജിലാണോ നിങ്ങളുടെ കരളിന്റെ അസുഖം എന്ന് നോക്കിയിട്ട് വേണം ചികിത്സിക്കാൻ. ഇതിന് പരിപൂർണമായി ചികിത്സ ഉള്ള ഒരു അസുഖമാണ്. കാരണം ഭാവിയിലേക്ക് ഇത് കൂടുതൽ നമ്മൾ ചികിത്സിക്കേണ്ട അസുഖം ചികിത്സിക്കാതെ പോയാൽ ഇത് സിറോസിസ് പോലത്തെ അസുഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാവുന്നതാണ്. പക്ഷെ അത് വളരെ കുറഞ്ഞൊരു ശതമാനം, അത് 2-3% ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സ്റ്റേജിലേക്ക് എത്തത്തുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് സിറോസിസിലേക്ക് കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് അത്
ഹെപ്പറ്റൈറ്റിസ് ബി സിറോസിസിലേക്ക് ആകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ആകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ 10 കൊല്ലമായിട്ടൊന്നും ഇല്ലാതുകൊണ്ടോ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? രമേശ്, അത് ചില ആൾക്കാർക്ക് 10 അല്ല 20 കൊല്ലം വരെ വലിയ കുഴപ്പമില്ലാതെ ശരീരത്തിലിരിക്കും. 20 വർഷത്തിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ലക്ഷണം ഉണ്ടാകുക. ഇതിപ്പോ നിങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ കണ്ടു എന്നേ ഉള്ളൂ. ചില ആൾക്കാർക്ക് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നത് ഈ അണുബാധ ശരീരത്തിൽ കയറി ഏകദേശം 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലിവറിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് LFT ടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം ചില സമയങ്ങളിൽ നമ്മൾ അതിന്റെ അൾട്രാസൗണ്ട് സ്കാനും ചെയ്ത് വളരെ കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അതായത് ഇതെനിക്ക് അസുഖമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല വേണ്ടത്. അത് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി ടെസ്റ്റുകളും ചെയ്ത് ചികിത്സ എടുക്കേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായി ക്യൂറബിൾ ആണോ? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അസുഖം ചിലപ്പോൾ ശരീരത്തിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കാതെ തന്നെ ശരീരത്തിൽ ഇരുന്നു എന്ന് വരാം. ചില ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി HBsAg എന്ന് പറയുന്ന ടെസ്റ്റ് നിങ്ങൾക്ക് പരിപൂർണമായി മാറാനുള്ള സാധ്യത കാണുന്നില്ല. അത് പരിപൂർണമായി മാറുന്ന ആൾക്കാരാണെങ്കിൽ സാധാരണഗതിയിൽ 6 മാസത്തിനുള്ളിൽ തന്നെ, ഇത് ആർജിച്ച 6 മാസത്തിനുള്ളിൽ തന്നെ ആ ടെസ്റ്റ് നെഗറ്റീവായി പോകേണ്ടതാണ്. 10 വർഷമായി നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഈ അണുബാധ വളരെ ചെറിയ രീതിയിൽ നിങ്ങളുടെ രക്തത്തിലും അതോടൊപ്പം തന്നെ കരളിലും വളരെ ചെറിയ രീതിയിൽ ഈ അണുക്കൾ ഉണ്ടായെന്ന് വരാം. അത് പരിപൂർണമായി ടെസ്റ്റ് നെഗറ്റീവ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് നമ്മൾ ചികിത്സ കൊണ്ടും വളരെ കുറഞ്ഞൊരു ശതമാനത്തിന്, നമ്മൾ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് നെഗറ്റീവ് ആക്കുക എന്നല്ല, ഈ അണുക്കളുടെ പെറ്റുപെരുകുന്ന സ്പീഡ് അല്ലെങ്കിൽ രീതി കുറയ്ക്കുക, അണുബാധ കുറയ്ക്കുക, അതുകൊണ്ട് ലിവറിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുക. ഇത് മാത്രമേ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പരിപൂർണമായി മാറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ ഈ സ്റ്റേജ്. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്. ഇത് സിറോസിസിലും കൂടെ സിറോസിസിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഹെപ്പറ്റൈറ്റിസ് ബി, വളരെ റയർ, വളരെ കുറഞ്ഞ പറഞ്ഞല്ലോ 10% താഴെ ആൾക്കാർക്ക്. ഒരു കോളം കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ഇളയാവൂരിലാണേ. ആരാണ്? എന്റെ പേര് ഷൈമ. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ഷൈമ ചോദിച്ചോളൂ. അത് എന്റെ സഹോദരന് വേണ്ടിയിട്ടാണ്. പല്ല് തേച്ചിട്ടാകുമ്പോ രാവിലെ പല്ല് തേച്ച് നാവ് ക്ലീൻ ചെയ്യുമ്പോ ഛർദി വരുന്നുണ്ട്. ഹലോ, രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഛർദി വരുന്നുണ്ട്. വെറും വെള്ളം മാത്രമാണോ ഷൈമ പറഞ്ഞത്? വെള്ളം ഇങ്ങനെ ഒരു പിത്തവെള്ളം പോലെ. അതല്ലാതെ അല്ലാത്ത സമയത്ത് ബ്രഷ് ചെയ്യുമ്പോഴല്ലാതെ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ? മാത്രമേ. എത്ര പ്രായമുള്ള ആളാണ്? 30 വയസ്സ്. ഈ അടുത്ത് തുടങ്ങിയതൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, കുറച്ചു കാലമായത്. അതുകൊണ്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളെങ്കിൽ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലാതെ കുളിച്ചു തകട്ടി വരികയോ ഛർദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു അസുഖം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഈ ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പം ഷൈമ ചോദിച്ചതിന് പോലെ ചില കുട്ടികളിൽ അവരുടെ ഇന്നവേഴ്സിൽ യെല്ലോ കളറായിട്ട് കാണാം. അത് പിത്തം ആണെന്ന് പറയുന്നത്. അത് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഇത് ഞാനൊരു ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോ എനിക്ക് ഈ രാവിലെ ഇപ്പൊ 2 മാസം ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് വളരെ ക്ലിയറാണ്. ഇപ്പൊ കഴിച്ചുകൊടുക്കുമ്പോ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഛർദി വരും. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഛർദി വരും. കുളിച്ച് രാത്രിയിൽ മാത്രമാണോ? രാത്രി ഒന്നുമില്ല. ഇല്ല, രാവിലെ തന്നെയാണ്. രാവിലെ അതിന് നമുക്ക് ഡോക്ടർ നമ്മൾ ഒരു മരുന്ന് തന്നിരിക്കുന്നു. ഫോർബിഡിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് തന്നെ. ഞാൻ കഴിക്കൽ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം. എന്ത് മരുന്നാണ്? ഫോർബിഡിൻ ഒരു കുപ്പിയിൽ ബോക്സ് സാൻഡ്രോൺ. സോർബിലിൻ ആണോ? ഫോർബിലിൻ. ഓക്കെ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ സമാധാനമുണ്ട്. ഓക്കെ. അത് ചില ദിവസങ്ങളിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടർ പറഞ്ഞ മാതിരി കണ്ണിരുട്ടടിക്കുന്നുണ്ട്. കണ്ണിലിരുട്ട് കയറുന്നുണ്ട്. ഇരുട്ടടിക്കുന്നുണ്ട്. ഓക്കെ. പ്രഷർ കുറഞ്ഞു വല്ലതും പോകുന്നുണ്ടോ ആ സമയത്ത്? അങ്ങനെ വല്ലതും ചെക്ക് ചെയ്തിട്ടുണ്ടോ? പ്രഷർ 170 ഉള്ളൂ. 100. പൊതുവെ നിങ്ങളുടെ പ്രഷർ കുറച്ച് കുറഞ്ഞ
കണ്ണിൽ ഇരുട്ട് കയറുന്ന സാധാരണ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ചെറുതായിട്ട് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഇരുട്ട് കയറുക അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറി വീഴുക എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. പ്രഷർ കുറഞ്ഞു പോകാതെ നോക്കണം. പലപ്പോഴും ബൈപ്പാസ് കഴിഞ്ഞ ആളുകൾക്ക് നമ്മൾ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഹാർട്ടിന് അധികം ലോഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഡോസ് നമ്മൾ ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്ത് ഇതിന്റെ അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. പ്രഷർ വല്ലാണ്ട് കുറഞ്ഞു പോയാലും കണ്ണിൽ ഇരുട്ട് കയറുകയും അതുകൊണ്ടിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുകയും വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുളിച്ചു തികട്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്സ് ഡിസീസ്, അതോടൊപ്പം തന്നെ ചില ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ചില മരുന്നുകൾ എക്കോസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ എന്ന് പറയുന്ന ചില മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഇവരുടെ അസുഖത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മരുന്നാണ്. ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും അസിഡിറ്റി പ്രശ്നങ്ങൾ, ഈ പുളിച്ചു തികട്ടി വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പക്ഷെ ആ മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുമില്ല. കാരണം നിങ്ങളുടെ ഹാർട്ടിന്റെ അസുഖത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ബദലായിട്ടുള്ള ചില മരുന്നുകൾ അസിഡിറ്റി കൺട്രോൾ ചെയ്യാനും അത് തിരിച്ചു കയറി വരാതിരിക്കാനുമുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഈ സിറോസിസ് നമുക്ക് ചികിത്സിച്ച് മാറാവുന്ന അസുഖമാണോ? സിറോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഏകദേശം പെർമനന്റ് ഡാമേജ് ആണ്. അത് പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾ എടുക്കാം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, വയറുവേദന മൂലം എന്റെ ഉമ്മാക്ക് OGD സ്റ്റോപ്പ് ചെയ്തതാണ്. ഓക്കെ. ഹലോ. കേൾക്കാം, ബാക്കി പറഞ്ഞോളൂ. ഇപ്പൊ വീണ്ടും വയറുവേദന വരുന്നു, അതെന്താ? വീണ്ടും വരുന്നുണ്ടെന്ന്. എത്ര വയസ്സുള്ള ആളാണ്? 75 വയസ്സുണ്ട്. എത്ര? 75. വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ഉമ്മ? ഉമ്മ പിന്നെ ടെൻഷന്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രഷർ, ഷുഗർ, ഹാർട്ടിന് അസുഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഹാർട്ടിനൊന്നും അസുഖമില്ല. ഓക്കെ. പൊതുവെ ഉമ്മയ്ക്ക് ഈ എൻഡോസ്കോപ്പി ചെയ്ത് മിക്കവാറും അസിഡിറ്റിയുടെ ടെസ്റ്റുകൾ ചെയ്തുണ്ടാകാം. ചില ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് ടെൻഷൻ മൂലം തന്നെ ടെൻഷൻ മൂലം തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് പുകച്ചില്, എരിച്ചില്, ചില ആൾക്കാർ ഛർദ്ദിക്കുക, ചിലർക്ക് വയറ്റിൽ നിന്ന് പലതവണ പൊയ്ക്കൊണ്ടിരിക്കുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വെറും ടെൻഷൻ കൊണ്ട് തന്നെ ഉണ്ടായേക്കാവുന്നതാണ്. അതായത് നോൺ അൾസർ ഡിസ്പെപ്സിയ എന്ന് പറയും. അവരുടെ ഒരു മാനസിക രീതി അതെല്ലാം കൊണ്ടിട്ട് കൂടുതലായിട്ടും ഇങ്ങനത്തെ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ലക്ഷണങ്ങൾ വന്നുകൂടായികയില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കുട്ടികളുണ്ട്, പറയുന്നൊന്നും നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഈ ടെൻഷൻ കൊണ്ടും വരാം ഇതേ സിംറ്റംസ്, നോൺ അൾസർ ഡിസ്പെപ്സിയ എന്ന് പറയും. പല ആൾക്കാർക്കും ചില ഈ വക നമ്മുടെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലത്തെ ലക്ഷണങ്ങൾ, അസിഡിറ്റി പ്രശ്നങ്ങൾ കൂടാറുണ്ട് അല്ലേ? ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് എടക്കാടുന്ന് വിളിക്കുന്നതാണ്. എടക്കാടുന്ന്. ആരാണ് സംസാരിക്കുന്നത്? ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. ആരാണ് സംസാരിക്കുന്നത്? വീണ. വീണ. ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യമായി വേണ്ടത് സിറോസിസ് ഉണ്ടാകാനുള്ള കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അതിന് ഒരു പ്രത്യേക അളവുണ്ട്. ഇത്ര അളവിൽ കൂടുതലായി കഴിക്കുന്ന ആൾക്കാർക്കാണ് സിറോസിസ് കൂടുതലായി കണ്ടുവരിക. നേരത്തെ പറഞ്ഞ പോലെ 65 വയസ്സുണ്ട് അമ്മക്ക്. ഓക്കെ. സ്ത്രീയാണ്. പണ്ട് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ലിവർ സിറോസിസ് മദ്യപിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്. ചെറുപ്പത്തില് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. ഓക്കെ, ചെറുപ്പത്തിൽ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞ, നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ലിവർ സിറോസിസ് മദ്യപിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് വരിക എന്നുള്ളത്. ഇപ്പൊ ഇത് വളരെ സാധാരണമായി സ്ത്രീകൾക്ക് കണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ മഞ്ഞപ്പിത്തം വന്ന ചില ഹെപ്പറ്റൈറ്റിസ് B, C എന്ന് പറയുന്ന അണുബാധകൾ കൊണ്ടും വന്നുകൂടായികയില്ല. സിറോസിസ് വന്നു കഴിഞ്ഞാൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് സിറോസിസ് എത്ര അളവിൽ നമ്മുടെ ലിവറിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യുക. കാരണം ശരീരത്തിന് ആവശ്യം ലക്ഷണങ്ങൾ പലപ്പോഴും കാലിൽ നീര് വരിക, വയറ്റിൽ നീര് വരിക, മഞ്ഞപ്പിത്തമായിട്ട് വരിക, കാലിൽ നീര് കാണുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായി ആദ്യം ടെസ്റ്റ് ചെയ്യണം. കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുന്നത് കൊണ്ട് അങ്ങനത്തെ ചില മദ്യം കൊണ്ടല്ലാത്ത വേറെ പല കാരണങ്ങളുണ്ട്, അതുണ്ടോ എന്ന് കണ്ടുപിടിക്കും. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ. ഓക്കെ, അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനും ലിവർ സിറോസിസും തമ്മിൽ ബന്ധമൊന്നുമില്ല. പിന്നെ കാലിൽ നീര് മനസ്സിലായത്. ഓക്കെ, അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ലിവർ സിറോസിസ് ഉണ്ടെന്ന് മനസ്സിലായത്.
അല്ലേ? ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ കാരണം ആദ്യം കണ്ടുപിടിക്കുക, അതോടൊപ്പം തന്നെ ലിവറിന്റെ പ്രവർത്തനക്ഷമത ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ. ഓക്കെ. സീറം ടോട്ടൽ ബിലിറുബിൻ 1.5 mg/dl കാണുന്നു. ശരി, ബാക്കി സീറം ആൽബുമിൻ എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് അറിയാമോ? അത് ഓക്കെ. സീറം ടോട്ടൽ പ്രോട്ടീൻ ഉണ്ട്, സീറം ALT എന്ന് വരുത്തുന്നുണ്ട്. ALD അത് തന്നെ, അത് എത്രയുണ്ട്? 36 U/L. അത് ALP ആയിരിക്കും. ആൽബുമിൻ ALD എന്ന് പറഞ്ഞൊരെണ്ണം കാണും. ആൽബുമിൻ എന്ന് പറയുന്നത് അതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് പറഞ്ഞത്. എത്രയാ പറഞ്ഞത്? 36 വരികയല്ല. നിങ്ങൾ പറയുന്നത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഉപ്പിൽ നിന്നും ഏകദേശം 1/3 മാത്രമേ സിറോസിസ് രോഗികൾക്ക് കഴിക്കുന്നതായിരിക്കും വളരെ ഉചിതം. അത് കാലിലെ നീര് കുറയാനും ബാക്കിയുള്ള നമ്മുടെ ബുദ്ധിമുട്ട് വയറ്റിൽ നീര് കെട്ടുന്നതും കുറയാൻ സഹായിക്കും. ഇത് നമ്മൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കൃത്യസമയത്ത് ഞാൻ പറഞ്ഞില്ലേ 6 മാസത്തിനിടയിൽ മിനിമം വേണ്ടിയിരുന്ന ബ്ലഡിന്റെ ടെസ്റ്റുകളും പിന്നെ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എൻഡോസ്കോപ്പി ടെസ്റ്റുകളും ബാക്കി അൾട്രാസൗണ്ട് സ്കാനിങ്ങും കൃത്യമായി ചെയ്യുക. ശരി, താങ്ക് യു ഡോക്ടർ. ഓക്കെ. നമുക്ക് സിറോസിസിനെ കുറിച്ച് ഇപ്പൊ ഡോക്ടർ ഈ ഒരു കോളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. മദ്യം ലിവറിനെ ബാധിക്കാതിരിക്കാൻ മരുന്നുണ്ടോ? അങ്ങനെ ഒരു മരുന്നില്ല. ഇല്ല. അതൊരു ടോക്സിക് എലമെന്റ് ആണ്, ഒരു വിഷാംശത്തിന് തുല്യമായ ഒരു കാര്യമാണ്. പക്ഷെ സാധാരണഗതിയിൽ ചെറിയ തോതിലൊക്കെയാണ് അത് നമ്മുടെ ലിവർ തന്നെ അതിന് വേണ്ട രാസവ ചേഞ്ചസ് എല്ലാം വരുത്തി അതങ്ങ് ഇതായിക്കളയും. പക്ഷെ നമ്മളൊരു അളവിൽ കൂടുതൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലിവറിനുള്ള ഇതിനെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വിഷാംശം മാറ്റാനുള്ള കഴിവ് സാച്ചുറേറ്റഡ് ആയിപ്പോ ലിവറിന്റെ കഴിവിന് മേലെ അത് വന്നു കഴിയുമ്പോൾ അത് ലിവറിനെ സാരമായി ബാധിച്ചു തുടങ്ങും. അത് പ്രിവെന്റ് ചെയ്യാൻ മദ്യത്തോടൊപ്പം വേറൊരു മരുന്ന് കഴിച്ചാൽ അത് കരളിനെ ബാധിക്കാതിരിക്കത്തില്ല. അങ്ങനെ ഒരു മരുന്നില്ല. ഇല്ല അല്ലേ? അതുപോലെ തന്നെ ചില ആളുകള് ലിവറിനെ സംരക്ഷിക്കാൻ അതിന് ചില മരുന്നുകൾ, ഞാൻ മരുന്നിന്റെ പേര് പറയുന്നില്ല, അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? നോർമലി തന്നെ ലിവർ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ലിവർ ദൈവമായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അത് അതിന്റേതായ രീതിയിൽ വലിയ വിഷാംശമൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അതും വലിയ കുഴപ്പമില്ലാതെ ഒരു അസുഖവും വരാതെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നുകൾ കഴിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ലിവറിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടി അങ്ങനെ ഒരു മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. കൂടുതലും കണ്ടിരുന്നത് ഈ സ്പോർട്സ് ഫീൽഡ്സിലുള്ള ആളുകൾ ദിവസവും അത് അവര് കഴിക്കുന്ന മരുന്നിന് ഒരു സൈഡിന് വേണ്ടിയിട്ടോ അല്ലെ അത് ലിവറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല, അവർ സ്ഥിരമായി കഴിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ലിവറിന് തന്നെ അത് പ്യൂരിഫൈ ചെയ്തോളും. അല്ല, നമ്മളിപ്പം സ്പോർട്സിൽ പലപ്പോഴും ആൾക്കാർ മസിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില മരുന്നുകൾ കഴിക്കാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മൾ വേറൊരു മരുന്ന് അതിന് വലിയൊരു എഫക്ട് ലിവറിൽ വരികയില്ല. കാരണം ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ് കഴിക്കുന്നത്. പല മരുന്നുകളുണ്ട്. ഇപ്പൊ ആർത്രൈറ്റിസ് പോലത്തെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗപ്പെട്ട വാദത്തിന് കഴിക്കുന്ന മരുന്നുകൾ, ചില മെത്തോട്രക്സേറ്റ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ ചില TBയുടെ മരുന്നുകൾ, ഇതെല്ലാം ലിവറിന്, കാരണം അതൊക്കെ മാസങ്ങളോളം നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു, ഒരു 5 ദിവസം കഴിച്ചു, അതുകൊണ്ട് ലിവറിന് ഒരു കേടുപാട് ഉണ്ടാകാൻ പോകുന്നില്ല. ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന ആന്റിബയോട്ടിക്കുകൾ ഉണ്ട്, എന്നിരുന്നാൽ പോലും ഒരു പെർമനന്റ് കേടുപാട് അതുകൊണ്ട് വരികയില്ല. പക്ഷെ TB പോലത്തെ അസുഖങ്ങൾക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ, അതല്ലാതെ അതിനെ ഓവർഡോസിൽ പാരസെറ്റമോൾ കഴിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദസംബന്ധമായ അസുഖങ്ങൾക്ക് കഴിക്കുന്ന ചില മരുന്നുകളെല്ലാം ലിവറിനെ സാരമായി ബാധിച്ചു വന്നിരിക്കാം. അത് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് തന്നെ അറിയാം. അവർ കൃത്യമായിട്ട് അതിന്റെ SGOT SGPT എന്ന് പറയുന്ന ടെസ്റ്റുകൾ കൃത്യമായി അത് ചെയ്ത് അതിന്റെ വ്യതിയാനങ്ങൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള പരിഹാര നടപടികൾ എടുക്കേണ്ടതാണ്. ഇന്ന് ഡോക്ടർ ലൈവില് മഞ്ഞപ്പിത്തം, അതുപോലെ ഹൈപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നീ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നത് കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിലെ പ്രമുഖ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ R. കവിതയാണ്. വളരെ നന്ദി ഡോക്ടർ. പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച ഡോക്ടർ ലൈവ്.